ഹായ് ഓൾ NSCJSലെ ഫിസിക്സിലെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾറെഡി നമ്മൾ കവർ ചെയ്തു. ഇത് രണ്ടാമത്തെ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ന്യൂട്ടൻ്റെ 3 ലോസ് ഓഫ് മോഷനാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മൾ 9th പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിലും NSCJS പോലുള്ള എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 11th നോളജും കൂടെ നമുക്ക് കുറച്ച് വേണം, +1 നോളജും കൂടെ വേണം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സോ ബിഫോർ ദാറ്റ് NSCJS എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി നമുക്കൊരു ഒളിമ്പ്യാഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാം. ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ആസ് യൂഷ്വൽ XNY ഫോക്കസ് ചെയ്യുന്നത് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് നേരത്തെ തന്നെ ഇതുപോലത്തെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നല്ല ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ക്ലാസ്മേറ്റ്സോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും നമ്മുടെ കോഴ്സസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവർക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നു. If two bodies of different masses initially at rest are acted upon by the same force for the same time, then both bodies acquire the same എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ NSCJSന്റെ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ന്യൂമറിക്കൽ അപ്ലൈ ചെയ്യുന്നതോ അതല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് പോലുള്ള തിയറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഈവൻ ഇതുപോലത്തെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്കൊന്ന് ആലോചിക്കണം കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ. ഇത് ഒറ്റ വാക്കിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടില്ല. ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് എടുത്ത് ചെക്ക് ചെയ്യണം. ഫോർ ദ സെയിം ടൈം, സോ സെയിം ഫോഴ്സ് സെയിം ടൈമിലാണ് ആക്ട് ചെയ്യുന്നത്, പക്ഷേ 2 ബോഡീസ് ഓഫ് ഡിഫറെൻറ്റ് മാസസ് ആണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി, ആക്സിലറേഷൻ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാകും ഫോഴ്സ് സെയിം ആണ്, പക്ഷേ 2 ഒബ്ജക്റ്റിൻ്റെയും മാസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് രണ്ടാളുടെയും ആക്സിലറേഷൻ എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബി ഓപ്ഷൻ തെറ്റാണെന്നുള്ളത് ഇപ്പോഴേ പറയാം. ഇനി രണ്ടുപേരും ആക്ട് ചെയ്തിരിക്കുന്നത് സെയിം ടൈമിലാണ് ആൻഡ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണ്, വിച്ച് മീൻസ് U = 0 ആണ്. ആൻഡ് ഓൾസോ U 0 ആണ്, ആക്സിലറേഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് V = എന്താണ്, U + AT ആണ്. V = U + AT ആണ്. ഇതിൻ്റെ മീനിങ് അപ്പോൾ എന്താണ്? V = U + AT എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് U 0 ആണ്, A × T. ഇവിടെ 2 ഒബ്ജക്റ്റുകളും ട്രാവൽ ചെയ്ത ടൈം സെയിം ആണ്, പക്ഷേ ആക്സിലറേഷൻ ഡിഫറെൻ്റ് ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ രണ്ടാളുടെയും ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ബോത്ത് ബോഡീസ് അക്വയർ ദ സെയിം വെലോസിറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നുള്ളത് കൈനറ്റിക് എനർജിയാണ്. രണ്ടുപേരുടെയും വെലോസിറ്റി സെയിം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ½ mv² എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൈനറ്റിക് എനർജിയും എന്താവില്ല, സെയിം ആവില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ഈ 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മൊമെൻ്റം ആണെന്ന് ഇതിലേക്ക് എത്താം. ഇനി എങ്ങനെയാണ് എലിമിനേഷൻ അല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തും? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫോഴ്സും ടൈമും വരുന്ന ലോസ് ഓഫ് മോഷനിൽ എന്ത് റിലേഷൻ ആണുള്ളത്? കാരണം ഇവിടെ ഫോഴ്സും ടൈമും 2 ഒബ്ജക്റ്റിനും സെയിമാണ്. ടൈം ട്രാവൽഡും ഫോഴ്സ് അപ്ലൈഡും അത് രണ്ടും വരുന്ന ഏത് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ അറിയുന്ന ആളുകൾക്ക് അറിയാം. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം ആണ്, അല്ലേ? ചേഞ്ച് ഇൻ മൊമെൻ്റം ബൈ ടൈം ടേക്കൺ ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ മൊമെൻ്റം. ഇതെന്താണ്? ചേഞ്ച് ഇൻ മൊമെൻ്റം ആണ്. എന്ന് വെച്ചാൽ ഫൈനൽ മൊമെൻ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻ്റം. ഈ 2 ബോഡിക്കും ഇനീഷ്യൽ മൊമെൻ്റം എന്ന് പറയുന്നത് 0 ആണ്, ഇനീഷ്യലി റെസ്റ്റിലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫോഴ്സ് സെയിം ആണ്, അത് ആക്ട് ചെയ്ത സമയം സെയിം ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ചേഞ്ച് ഇൻ മൊമെൻ്റം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനീഷ്യൽ മൊമെൻ്റം 0 ആയതുകൊണ്ട് ഫൈനൽ മൊമെൻ്റം രണ്ടാൾക്കും സെയിം ആയിരിക്കും. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ മൊമെൻ്റം ആണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി അതൊന്നും ഇതറിയാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ഇത് എക്സാം സമയത്ത് കത്താത്ത ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്കി 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്തുകൊണ്ടും ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് മാസ് ക്യാപിറ്റൽ M is pulled along a horizontal frictionless surface by a rope of mass small m. ഒരു ബ്ലോക്ക് ഓഫ് മാസ് ക്യാപിറ്റൽ എമ്മിനെ എന്ത് ചെയ്യാണ്, ഒരു റോപ്പ് പുൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. ആ റോപ്പിന് മാസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സാധാരണ ലോസ് ഓഫ് മോഷൻ ക്വസ്റ്റ്യൻസിലൊക്കെ റോപ്പ് മാസ്ലെസ് ആണെന്നാണ് നമ്മൾ എടുക്കാറുള്ളത്, അസ്യൂം ചെയ്യാറുള്ളത്. പക്ഷെ ഇത് മാസ് ഉള്ള റോപ്പ് തന്നെയാണ്. ഇഫ് എ ഫോഴ്സ് P ഈസ് അപ്ലൈഡ് അറ്റ് ദി ഫ്രീ എൻഡ് ഓഫ് ദ റോപ്പ്, ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് P എന്ന് പറയുന്ന. The force exerted by the rope on the block is, നമ്മൾ ഏറ്റവും എൻഡിലാണ് ഈ റോപ്പിനെ പുൾ ചെയ്യുന്നത്. ആ റോപ്പ് എന്ത് ചെയ്യും, അതിൻ്റെ തൊട്ട് പിന്നിലുള്ള റോപ്പിലെ പാർട്ടിനെ പുൾ ചെയ്ത് അവസാനം ഈ റോപ്പിൻ്റെ ഈ എൻഡിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ M എന്ന് പറയുന്ന ബ്ലോക്കിന് ഒരു ഫോഴ്സ് ഇതാ ഇവിടെ കിട്ടും. ഓക്കെ, ആ ഫോഴ്സ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നോർമലി ഈ ടൈപ്പ് ഓഫ് പുള്ളിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, കണക്റ്റഡ് ബോഡീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആളുകൾക്കറിയാം. അതായത് നമ്മൾ ഈ പുൾ ചെയ്യുന്ന സമയത്ത് ഇതൊരു മാസ്ലെസ് റോപ്പ് ആയിരുന്നെങ്കിൽ,
ഈ റോപ്പിന് മാസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താണോ ഈ എൻഡിൽ കൊടുക്കുന്ന ഫോഴ്സ് അത് തന്നെയാണ് ഇവിടേക്ക് എത്തുക. കാരണം ഇൻ ബിറ്റ്വീനിൽ വരുന്ന ഈ റോപ്പിന് മാസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഫോഴ്സിന് അതിനെ ആക്സിലറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിയർലി 0 മാസ് ആയിരുന്നു, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ മാസ് ഉള്ള റോപ്പായിരുന്നു. പക്ഷെ ഇവിടെ അത് മാസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു കണക്റ്റഡ് ബോഡി പോലെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദിസ് ഇസ് ഈക്വലന്റ് ടു, ഇതിനെ നമുക്ക് ഏതുപോലെ കമ്പയർ ചെയ്യാം? ക്യാപിറ്റൽ എം എന്ന് പറയുന്ന ബ്ലോക്ക് ഞാൻ അതുപോലെ തന്നെ വരക്കുന്നു. അതിനെ ഒരു മാസ്ലെസ് ആയിട്ടുള്ള റോപ്പ് കൊണ്ട് സപ്പോസ് കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു സ്മോൾ എം മാസ് ഉള്ള മറ്റൊരു ബോഡി കണക്റ്റഡ് ആണ്. ഓക്കെ, ആൻഡ് അഗെയിൻ മാസ്ലെസ് ആയിട്ടുള്ള ഒരു റോപ്പ് കൊണ്ട് കണക്ട് ചെയ്യുന്നതിനോട് ഇക്വലന്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് റോപ്പാണ്? മാസ്ലെസ് ആയിട്ടുള്ള റോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും ആക്ച്വലി എന്താണ്, സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സിമിലർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ചോദിച്ചിട്ടുള്ളത് ഈ റോപ്പിന്റെ എൻഡിൽ നമ്മുടെ ക്യാപിറ്റൽ എമ്മിന് കിട്ടുന്ന ഫോഴ്സ് എത്രയാണെന്നാണ്. സോ ദെയർഫോർ അത് ഈ മാസ്ലെസ് റോപ്പിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്മോൾ എം ക്യാപിറ്റൽ എമ്മിന്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനിങ്ങനെ ആക്കാനുള്ള കാരണം നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് കൂടുതൽ പരിചയം, മാസ്ലെസ് റോപ്പിന്റെ ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് ബോഡീസിൽ. പക്ഷേ ഇത് നമുക്ക് ചിലപ്പോൾ ചെയ്ത് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതേ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഇനി സോൾവ് ചെയ്യുന്നതെല്ലാം സിമിലർ മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഒരു സിംഗിൾ ഫോഴ്സാണ് ഈ രണ്ടാൾക്കും കൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ട് ഒരുമിച്ചാണ് മൂവ് ചെയ്യുക. സോ രണ്ടുപേരുടെയും ആക്സിലറേഷൻ എന്തായിരിക്കും? സെയിം, ഒരേ ആക്സിലറേഷനിലാണ് രണ്ടാൾ മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷനാണ് നമ്മളിവിടെ ആദ്യം കണ്ടെത്തേണ്ടത്. അത് P ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ മാസ് ആണ്. P ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ P ഡിവൈഡഡ് ബൈ M പ്ലസ് M എന്ന് പറയുന്ന ടോട്ടൽ മാസ്. സോ ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ആക്സിലറേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ രണ്ടാൾക്കും ഈ ആക്സിലറേഷൻ ആണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ക്യാപിറ്റൽ എമ്മിനെ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുക നിങ്ങൾ. ഞാനിവിടെ ക്യാപിറ്റൽ എമ്മിനെ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഹൊറിസോണ്ടലായിട്ട് അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഫോഴ്സ് മാത്രമാണ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ റോപ്പ് ഓൺ ദ ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് മാത്രമാണ് ഡയറക്റ്റ്ലി ക്യാപിറ്റൽ എമ്മിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ എഫിൻ്റെ ഒരു എഫക്റ്റിൽ വേണം ക്യാപിറ്റൽ എമ്മിന് ഈ ആക്സിലറേഷനിൽ മൂവ് ചെയ്യാൻ. കാരണം വേറെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വേറെ ഫോഴ്സസ് ഒന്നുമില്ല, ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ആക്സിലറേഷൻ ഓഫ് ക്യാപിറ്റൽ എം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ P ബൈ രണ്ടാൾക്കും കോമൺ ആക്സിലറേഷൻ ആണ്. രണ്ടുപേർക്കും കോമൺ ആക്സിലറേഷൻ ആയതുകൊണ്ട് തന്നെ P ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M പ്ലസ് M എന്ന് പറയാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഡയഗ്രാം നോക്കിയിട്ട്, അതിന്റെ മാത്രം ഡയഗ്രാം നോക്കിയിട്ട് ക്യാപിറ്റൽ എഫ് ആണ് അതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഈ എഫിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ അതിന്റെ സ്വന്തം മാസ്. അപ്പോൾ രണ്ട് രൂപത്തിൽ നമ്മൾ ക്യാപിറ്റൽ എമ്മിന്റെ ആക്സിലറേഷൻ എഴുതുകയാണ്. ഒന്ന് ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് അതിന്റെ കോമൺ ആക്സിലറേഷൻ കിട്ടി. അതേ ആക്സിലറേഷൻ നമ്മൾ ഇൻഡിവിജ്വൽ ഫോഴ്സസ് വെച്ചിട്ടും എഴുതുകയാണ്. ഇൻഡിവിജ്വൽ ഫോഴ്സ് വെച്ച് എഴുതുമ്പോൾ ക്യാപിറ്റൽ എഫ് ബൈ എം എന്ന് മാത്രം വരും. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? ക്യാപിറ്റൽ എഫിന്റെ വാല്യൂ ആണ്. സോ ദി ആൻസർ ഇസ് ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു P ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ M പ്ലസ് M. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത് ലോസ് ഓഫ് മോഷനിലെ കുറച്ച് ഒരു 11th +1 ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാം. 9th 10th നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അധികം കാണാറില്ല. 11th പ്രവേശിച്ചിട്ടുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് M1 exerts a force on another body of mass M2. If the magnitude of acceleration of M2 is A2, then the magnitude of acceleration of M1 is, considering only two bodies in space. So here again ഡയറക്റ്റ് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മളൊരു ഫിഗറൊക്കെ വരച്ചൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് അറിയുന്ന ഫോഴ്സും ലോസ് ഓഫ് മോഷനൊക്കെ അപ്ലൈ ചെയ്താലാണ് ആൻസർ കിട്ടുക. ആൻസർ സിമ്പിൾ ആണെങ്കിൽ കൂടെ. അപ്പോൾ ഇവിടെ രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് രണ്ട് ഒബ്ജക്റ്റുകൾ M1 ആൻഡ് M2. ഇതിൽ പറയുന്നത് M1 ആൻഡ് M2. M1 exerts a force on another body of mass M2. അപ്പോൾ M2നെ M1 എന്ത് ചെയ്യാണ്? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. ഡയറക്ഷൻ തന്നിട്ടില്ല. നമുക്ക് ജനറലി അറിയാം ഗ്രാവിറ്റേഷൻ പോലുള്ള ഫോഴ്സാണ് ഇവർക്കിടയിൽ ഉണ്ടാവുക എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഞാൻ ഡയറക്ഷൻ കൊടുക്കുകയാണ്. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഓഫ് M2ന്റെ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് A2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ M1ന്റെ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ആർക്കെങ്കിലും A2 എന്നുള്ള ആൻസർ ചൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? കാരണം രണ്ടുപേർക്കും സെയിം ആക്സിലറേഷൻ ആണ്, രണ്ടുപേരും മ്യൂച്വലി അട്രാക്റ്റിംഗ് ആണ് തോന്നിയിട്ട് ആക്സിലറേഷൻ സെയിം ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ രണ്ട് ഒബ്ജക്റ്റുകളാവട്ടെ, ഇനി ഏതാവട്ടെ,
എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന തേർഡ് ലോ ഓഫ് മോഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഏത് കേസിലും ഫസ്റ്റ് ഒബ്ജക്റ്റ് സെക്കൻഡ് ഒബ്ജക്റ്റിന് മേലെ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്താണോ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് മറ്റേ ആൾക്ക് ഫോഴ്സ് കിട്ടുക. മനസ്സിലായി? ഈ രണ്ട് ഫോഴ്സസിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ എന്തായിരിക്കും? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ആ ഐഡിയ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ ഒബ്ജക്റ്റിന് ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ M1 ഓൺ അനദർ ബോഡി M2. M2നെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അതിൻ്റെ ആക്സിലറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് എഴുതാം അല്ലേ? കാരണം M2 ആണ് അതിൻ്റെ മാസ്, അതിൻ്റെ ആക്സിലറേഷൻ A2 ആണ്. ഓക്കെ, same force will be experienced. Same force will be experienced by M1 കാരണം every action has an equal and opposite reaction. So F on M1ന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? അത് M2 A2 തന്നെയാണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് ന്യൂട്ടന്റെ തേർഡ് ലോയിൽ നിന്ന് കിട്ടി. ഇനി ഇൻഡിവിജ്വലി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? M1ന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, M1ന്റെ ആക്സിലറേഷനും. അങ്ങനെയാണെങ്കിൽ ഇതിനെ വി ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് ആസ് M1 into A1 എന്ന് എഴുതിക്കൂടെ അല്ലേ? M1 into A1 F equal to MA ആണ് M1ന്റെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദെർഫോർ A1ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. M2 A2 ഡിവൈഡഡ് ബൈ M1 എന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, M2 A2 ഡിവൈഡഡ് ബൈ M1 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സ് രണ്ടും ഈക്വൽ ആണെന്നുള്ള ഐഡിയ ഉപയോഗിച്ചാൽ മതി. ആൻഡ് അത് ആ സെയിം ഫോഴ്സിനെ തന്നെ രണ്ട് രൂപത്തിലും എഴുതുക. ഒന്ന് ന്യൂട്ടന്റെ തേർഡ് ലോ, ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. അത് രണ്ടും വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. In the figure, the position time graph of a particle of mass 0.1 kilogram is shown. The impulse at t equal to 2 seconds. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. വാട്ട് ഈസ് ഇമ്പൾസ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഗ്രാഫ് നിങ്ങൾ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഈ പൊസിഷൻ ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അവിടുന്ന് മാസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇമ്പൾസ് ആണ് വേണ്ടത്. അപ്പോൾ ഗ്രാഫിനെ ഒന്നും കൂടെ വലുതാക്കി ഒന്ന് അനലൈസ് ചെയ്യാം. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 സെക്കൻഡ് 4 സെക്കൻഡ് ആകുന്ന സമയത്ത് ഇങ്ങനെ പോവാണ്. 2 സെക്കൻഡ്സ് ഇത് കണ്ടോ? 2 സെക്കൻഡ്സ് വരെ പൊസിഷൻ അങ്ങ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാഫിനെ കുറിച്ച് നോളജുള്ള ആളുകൾക്കറിയാം ഇത് ഏത് ടൈപ്പ് മോഷനാണ്? യൂണിഫോം ആയിട്ട് വെലോസിറ്റി ഉള്ള മോഷനാണ്. ഓക്കെ, യൂണിഫോം വെലോസിറ്റി ഉള്ള മോഷനാണ്. യൂണിഫോം വെലോസിറ്റി ഉള്ള മോഷൻ ഈ ഒരു 2 സെക്കൻഡ്സ് എത്തിയപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് പിന്നെ അങ്ങോട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ആഫ്റ്റർ 2 സെക്കൻഡ്സ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ t ഈക്വൽ ടു 2 വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 0 ആണ്. ഓക്കെ, ആഫ്റ്റർ 2 വെലോസിറ്റി 0 ആണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള വെലോസിറ്റിയോ? ഫ്രം t ഈക്വൽ ടു 0 to 2. ഇതിനിടയ്ക്കുള്ള വെലോസിറ്റി കണ്ടെത്താൻ എന്താ ചെയ്യുക? അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ സ്ലോപ്പ് ഓഫ് ദ ലൈൻ കണ്ടെത്തിയാൽ മതി. നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ടേക്കൺ ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ടേക്കൺ എന്ന മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതാണ് ചേഞ്ച് ഇൻ പൊസിഷൻ ആണല്ലോ ഡിസ്പ്ലേസ്മെന്റ്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്നതിൻ്റെ ആക്സിലറേഷൻ വെലോസിറ്റി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷൻ 0, ഫൈനൽ പൊസിഷൻ 4, ടൈം 0 to 2. സോ 4/2 അഥവാ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന വെലോസിറ്റി. 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് 0 മുതൽ 2 വരെ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്തു? അത് 0ലേക്ക് എത്തി. സോ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. വാട്ട് ഈസ് ഇമ്പൾസ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എന്നൊരു ഡെഫിനിഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. സോ ഫോഴ്സും ടൈമും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇമ്പൾസ് കണ്ടെത്താം. അതുമില്ലാന്നുണ്ടെങ്കിൽ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇൻ എനി കേസ് ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ആണ് അല്ലെ? ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഇമ്പൾസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനൽ മൊമെന്റം 0 ആണ്. ആക്ച്വലി ഫൈനൽ മൊമെന്റം 0 ആണ് ബിക്കോസ് എന്താ? സ്പീഡ് 0 ആവുന്നതുകൊണ്ട്. സോ ആൻസർ ഇസ് 0 മൈനസ് വാട്ട് ഈസ് ഇനീഷ്യൽ മൊമെന്റം? ഇനീഷ്യൽ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനീഷ്യലി അതിൻ്റെ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.1 കിലോഗ്രാം ആണ്. സോ 0.1 into 2 എന്ന് കൊടുക്കാം. സോ ദി ആൻസർ ഇസ് -0.2 കിലോഗ്രാം മീറ്റർ പെർ
സെക്കൻഡ് എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. മനസ്സിലായോ? അവിടെ മൈനസ് വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പൾസ് കിട്ടാൻ പോകുന്നത് എന്താണ്? നെഗറ്റീവായിട്ടാണ് കിട്ടുക. അവർ പല രീതിയിലും ചിന്തിക്കാം. എഫ് ഇൻറ്റു ടൈം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്ന ഒരു ഒബ്ജക്റ്റിനെ സീറോയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നെഗറ്റീവ് ആൻസർ കിട്ടിയെന്ന് പറയാം. അങ്ങനെ ഏത് രീതിയിൽ ചിന്തിച്ചാലും നമ്മുടെ ആൻസർ ഓപ്ഷൻ ബിയിലേക്ക് തന്നെയാണ് എത്തേണ്ടത്. അടുത്ത ചോദ്യം, in which of the following cases does the surface exert a normal force exactly equal to the force acting on the object? അപ്പോൾ ഒരു സർഫസിൽ നമ്മളൊരു ഒബ്ജക്റ്റ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം നോർമൽ ഫോഴ്സ് എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഒരു സർഫസിൽ നമ്മളൊരു ഒബ്ജക്റ്റ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സർഫസും തമ്മിൽ കോണ്ടാക്ട് വരുന്നുണ്ട്. ഈ രണ്ട് സർഫസസിനെയും കോണ്ടാക്ട് കാരണം ഉണ്ടാവുന്ന ഫോഴ്സാണ് ശരിക്കും നോർമൽ ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സ് ഒരു ടേബിളിൻ്റെ മേലെ ബുക്ക് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഞാൻ ഈ ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ഉണ്ടെന്ന് അറിയാം. പക്ഷേ നമുക്കത് ഫീൽ ചെയ്തത് ശരിക്കും ഈ ഗ്രൗണ്ടിൽ നിന്നും ഒരു റിയാക്ഷൻ നോർമൽ ഫോഴ്സ് കിട്ടുന്നതുകൊണ്ടാണ്. ഗ്രാവിറ്റേഷൻ്റെ റിയാക്ഷൻ ഫോഴ്സ് അല്ല, ഞാനും ഈ ഗ്രൗണ്ടും കോണ്ടാക്റ്റിൽ ഉള്ളത് കൊണ്ട് കിട്ടുന്ന നോർമൽ ഫോഴ്സ് ആണത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ മേലെ എടുത്ത് താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ അപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ഉണ്ടെന്ന് പറയാം, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഫ്രീ ഫോളിൽ താഴേക്ക് വീഴുന്ന സമയത്ത് നമ്മുടെ മേലേക്ക് ഒരു ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് താഴേക്ക് വീഴുക ചെയ്യുക, നമുക്ക് സ്പീഡൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഗ്രൗണ്ടിൽ നിൽക്കുമ്പം അല്ലെങ്കിൽ എർത്തിൽ നിൽക്കുമ്പം ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നു, ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ബേസിക്കലി ഫ്രിക്ഷനൊക്കെ പോലെ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോർമൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രാവിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമല്ല, പകരം എന്തും കൂടെയാണ്, രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. എ ബോൾ റെസ്റ്റിംഗ് ഓൺ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇവിടെ നോർമൽ ഫോഴ്സ് ഉണ്ടോ എന്നുള്ളതല്ല ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് ഡസ് ദ സർഫസ് എക്സേർട്ട് എ നോർമൽ ഫോഴ്സ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ഫോഴ്സ് ഓർ ദ വെയിറ്റ് ആക്ടിങ് ഓൺ ദി ഒബ്ജക്ട്. അപ്പം എൻ ഈക്വൽ ടു എൻ എന്തായിരിക്കണം? എം ജിയോട് ഈക്വൽ ആവുന്ന കേസ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ഈ കേസ് നിങ്ങൾ നോക്കുക, ഈ സംഭവം ഇവിടെ റെസ്റ്റിലാണ്, ഈ ബോക്സ് ഈ ടേബിളിൻ്റെ മേലെ റെസ്റ്റിലാണ്. ഈ ബോക്സിൻ്റെ മേലെ നമുക്ക് എല്ലാവർക്കും അറിയാം ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോക്സിൻ്റെ മേലെ അതിൻ്റെ എം ജി എന്ന് പറയുന്ന വെയിറ്റ് എന്തായാലും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എം ജിയുടെ കാരണക്കാരൻ എർത്താണ്. എർത്ത് ഈസ് അട്രാക്ടിങ് ദിസ് ബ്ലോക്ക് തിരിച്ച് അതിൻ്റെ റിയാക്ഷൻ എർത്തിൻ്റെ മേലെയും കൊടുക്കുന്നുണ്ട്. അത് അവർ തമ്മിലായി. ഇനി കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ സർഫസിൽ നിന്ന് നോർമൽ റിയാക്ഷൻ ആർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? ബ്ലോക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു നോർമലി ഒരു ടേബിളിൻ്റെ മേലെ വെച്ചൊരു ബ്ലോക്ക് മുകളിലേക്കോ താഴേക്കോ ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ് അല്ലേ? ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ് എന്നൊരാൾക്ക് പറയാം. ബിക്കോസ് വെലോസിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഒന്നുമില്ല. ഈ ഒബ്ജക്റ്റിന് എന്തില്ല? ഈ ഒബ്ജക്റ്റ് ടേബിളിൻ്റെ മേലെ റെസ്റ്റിലിരിക്കുന്നത് കൊണ്ട് തന്നെ ബിക്കോസ് ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരാൾക്ക് ചിന്തിക്കാം, അപ്വേർഡ് ആയിട്ടുള്ള ഫോഴ്സും ഡൗൺവേർഡ് ആയിട്ടുള്ള ഫോഴ്സും ഈക്വൽ ആയാലല്ലേ നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഴുതാം N ഈക്വൽ ടു എം ജി എന്ന് എഴുതാം. അതാണ് ഇവിടുത്തെ ലോജിക്ക്. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. നോർമൽ റിയാക്ഷൻ വെയിറ്റിനോട് ഈക്വൽ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് എന്ത് പാടില്ല? ആക്സിലറേഷൻ ഒന്നും പാടില്ല. അതിൻ്റെ മുഴുവൻ വെയിറ്റിനെയും ബാലൻസ് ചെയ്യുന്നത് ആരാണ്? നോർമൽ റിയാക്ഷൻ ആണ്. ഇത്തരം സിറ്റുവേഷൻസിലാണ് N ഈക്വൽ ടു എം ജി ആവുക. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ബോൾ റെസ്റ്റിംഗ് ഓൺ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഇവിടെ ഒരു ബോൾ റെസ്റ്റ് ചെയ്യുന്നത് എന്തിലാണ്? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്. ഓക്കെ, ഒരു ഇൻക്ലിനേഷൻ ഉള്ളൊരു പ്ലെയിനിലാണ്. ഒരു ഇൻക്ലിനേഷൻ ഉള്ള പ്ലെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റി മുഴുവനായിട്ട്, ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങോട്ടാണെന്നറിയോ? നേരെ എർത്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, +1 ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് പരിചയമുള്ള ആളുകൾക്കറിയാം ഈ എം ജിയുടെ ഒരു കോമ്പോണൻറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ നോർമൽ റിയാക്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. എം ജി കോസ് തീറ്റ എന്ന് പറയും, ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ N ഈക്വൽ ടു എം ജി എന്ന് പറയുന്ന കണ്ടീഷൻ ഒരിക്കലും ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കിട്ടില്ല. അത് ഫ്ലാറ്റ് സർഫസിലാണ് കിട്ടാൻ പോകുന്നത്. സോ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല ആൻസർ. എ മാൻ സ്റ്റാൻഡിങ് സ്റ്റിൽ ഇൻ എൻ എലിവേറ്റർ ദാറ്റ് ഈസ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ്സ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഒരു ലിഫ്റ്റിൽ നമ്മൾ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ലിഫ്റ്റിൽ നമ്മൾ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ വെയിറ്റ് ഫീൽ ചെയ്യും. അണ്ടർസ്റ്റുഡ്? നിങ്ങൾക്ക് പരിചയം ഉണ്ടോ എന്നറിയില്ല. നമ്മളൊരു ലിഫ്റ്റിൽ കയറുന്നു, നമ്മളൊരു ഫ്ലോറിൻ്റെ നമ്പർ പ്രസ് ചെയ്യുന്നു. ആദ്യത്തെ ആ ഒരു 2-3 സെക്കൻഡ് ലിഫ്റ്റ് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ വെയിറ്റ് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അഗെയിൻ നമുക്ക് എന്ത് വേണം? കൂടുതൽ നോർമൽ റിയാക്ഷൻ ഫ്രം ദ
ഫ്ലോർ ഓഫ് ദ ലിഫ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ കഴിയില്ല. എ ബുക്ക് ലൈങ് അറ്റ് റെസ്റ്റ് ഓൺ എ ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ ടേബിൾ. ഇതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ടേബിൾ അല്ലെങ്കിൽ ഫിഗർ. സി ആണ് അപ്പോൾ ഇവിടുത്തെ എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഒരു ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ ടേബിളിൽ ഒരു ബുക്ക് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ വെയിറ്റും ആ ടേബിളിൽ നിന്ന് കിട്ടുന്ന നോർമൽ റിയാക്ഷനും ബാലൻസ്ഡ് ആണ്. ഇതുപോലെ ലാസ്റ്റ് വേണത് പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ എ ഫ്രീലി ഫോളിംഗ് എലിവേറ്റർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഫ്രീലി ഫോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലവേറ്ററും താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും താഴേക്ക് ഫ്രീലി ഫോളിംഗ് ആണ്, ഒരു കല്ലൊക്കെ ഡ്രോപ്പ് ചെയ്തതുപോലെ. അതുകൊണ്ട് നിങ്ങളും എലവേറ്ററും തമ്മിൽ ഒരു നോർമൽ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ലാസ്റ്റ് കേസിലെ നോർമൽ റിയാക്ഷൻ ആക്ച്വലി എന്താണ്, 0 ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ ഞാൻ ഓരോന്നായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസിൽ നോർമൽ റിയാക്ഷൻ വിൽ ബി ലെസ് ദാൻ mg. അതുപോലെ സെക്കൻഡ് കേസിൽ ആക്സിലറേഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ mg. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആലോചിക്കാം. മൂന്നാമത്തെ കേസിലാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് n ഈക്വൽ ടു mg കിട്ടുന്നത് മൂന്നാമത്തെ കേസിലാണ്. ഫോർത്ത് കേസിൽ നമ്മൾ എല്ലാവരും ഫ്രീ ഫോൾ ആയതുകൊണ്ട് തന്നെ ഫോർത്ത് കേസിലെ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. ഓക്കെ, ഫോർത്ത് കേസിൽ 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. A monkey is sitting on the pan of a spring balance which is placed on an elevator. The maximum reading of the spring balance will be when? സിമിലർ ചോദ്യമാണ്. നമ്മൾ സ്പ്രിംഗ് ബാലൻസിലൊക്കെ വെയിറ്റ് മെഷർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വെറുതെ പ്രത്യേകിച്ച് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ വെറുതെ സ്പ്രിംഗ് ബാലൻസിൽ ഒരു മാസ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ എത്രയാണോ അതിൻ്റെ മാസ് അത് കറക്റ്റ് നമുക്ക് റീഡിങ് എടുക്കാൻ പറ്റും. ഇവിടെ എ മങ്കി ഈസ് സിറ്റിംഗ് ഓൺ ദ പാൻ ഓഫ് എ സ്പ്രിംഗ് ബാലൻസ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എൻ എലിവേറ്റർ. മുകളിലേക്കും താഴേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു എലിവേറ്ററിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദ മാക്സിമം റീഡിംഗ് ഓഫ് ദ സ്പ്രിംഗ് ബാലൻസ് വിൽ ബി വൻ. സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. എപ്പോഴാണോ നോർമൽ റിയാക്ഷൻ കൂടുതൽ ആ പാനിൽ കൂടുതൽ മങ്കിക്ക് കിട്ടുക അവിടെയാണ് കൂടുതൽ എന്തുണ്ടായിരിക്കുക, സ്പ്രിംഗ് ബാലൻസിൻ്റെ റീഡിംഗ് ഉണ്ടായിരിക്കുക. ഇതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു നമ്മുടെ നോർമൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് അളക്കുന്ന ബാലൻസ് ഉണ്ടല്ലോ, ഇലക്ട്രോണിക് സ്കെയിൽ, അതെടുത്തിട്ട് നിങ്ങൾ ലിഫ്റ്റിൽ കയറുക, അതിൻ്റെ മേലെ കയറി നിൽക്കുക. ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് 3 സെക്കൻഡ്സിൽ നിങ്ങളുടെ വെയിറ്റ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് ലിഫ്റ്റ് ഒരു യൂണിഫോം സ്പീഡിലാണ് പിന്നെ മുകളിലേക്ക് പോവുക. അപ്പോൾ നിങ്ങളുടെ നോർമൽ മാസ് തന്നെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അത് എൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ലിഫ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിക്കണം, അല്ലെ, ഡീസിലറേറ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മുടെ റീഡിങ് ഡിക്രീസ് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മുടെ എക്സാക്ട് വെയിറ്റ് അല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ സ്പ്രിംഗ് ബാലൻസിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് വെയിങ് സ്കെയിലും ഏതിലും മെഷർ ചെയ്യാൻ പറ്റുന്നത് അവിടെ നോർമൽ റിയാക്ഷനാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എലവേറ്റർ സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ആണോ എന്ന് ചോദിക്കുന്നത്. ഈ നേരത്തെ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ ടേബിളിൽ റെസ്റ്റിലൊരു ബുക്ക് ഇരിക്കുന്നത് പോലെയാണ് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള എലവേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ. മനസ്സിലായോ? സ്റ്റേഷനറി ആയിട്ടുള്ള എലവേറ്ററിൽ നമ്മൾ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് n ഈക്വൽ ടു എന്തായിരിക്കും, mg തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ആലോചിക്കണം. ദ സ്ട്രിങ് ഓഫ് ദി എലവേറ്റർ ബ്രേക്സ് ആൻഡ് ഇറ്റ് ഡ്രോപ്സ് ഫ്രീലി ടുവേർഡ്സ് എർത്ത്. അവിടെ എത്രയായിരിക്കും നോർമൽ റിയാക്ഷൻ ഫീൽ ചെയ്യാം? കണ്ടോ, സ്ട്രിങ് ഓഫ് ദി എലവേറ്റർ, എലവേറ്ററിൻ്റെ മുകളിലത്തെ റോപ്പ് സ്ട്രിങ് പൊട്ടി, എന്നിട്ട് എല്ലാവരും താഴേക്ക് വരാം. അപ്പോൾ ഇതിൽ എലവേറ്റർ താഴേക്ക് വരുന്നുണ്ട്, മങ്കി ആൻഡ് സ്പ്രിംഗ് ബാലൻസും ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും താഴേക്ക് വരികയാണ്. എൻ്റെ സംഭവം എന്ത് ചെയ്യാണ്, താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ സെക്കൻഡ് വൺ, അവിടെ നമുക്ക് എന്ത് ഫീൽ ചെയ്യില്ല, മൊത്തം എൻ്റെ ഒബ്ജക്റ്റ് ഫ്രീ ഫോളാണ്. ഒരു സർഫസിൽ നിന്നും അപ്വേർഡായിട്ട് നമുക്ക് നോർമൽ റിയാക്ഷൻ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇവിടെ n ഈക്വൽ ടു 0 ആണ്. നമുക്ക് വേണ്ടത് മാക്സിമം റീഡിങ് എവിടെ കിട്ടുന്നതാണ്. എലവേറ്റർ ഈസ് ആക്സിലറേറ്റഡ് ഡൗൺവേർഡ്സ്. എലവേറ്റർ ഈസ് ആക്സിലറേറ്റഡ് ഡൗൺവേർഡ്സ്. ഇതും നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എലവേറ്ററിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, എലവേറ്ററിൽ വെച്ച് ഒരാൾ ഇത് അവിടെ നിൽക്കുന്നുണ്ട്. എലവേറ്റർ ഈസ് ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മേലെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, mg എന്ന് പറയുന്ന ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എലവേറ്ററിൻ്റെ സർഫസിൽ നിൽക്കുന്നത് കൊണ്ട് ആ സർഫസിൽ നിന്നും ഒരു നോർമൽ റിയാക്ഷനും ഉണ്ട്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദീസ് 2 ഫോഴ്സസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആരെ മാത്രമാണ്, ആ ഒബ്ജക്റ്റിനെ മാത്രമാണ്. ഈ 2 ഫോഴ്സസും കാരണം റിസൾട്ടായിട്ട് താഴേക്കാണ് ഇയാൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഇക്വേഷൻ എഴുതുമ്പം എപ്പോഴും എങ്ങോട്ടാണോ ഫൈനലി ഒബ്ജക്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കണം ബിഗ്ഗർ ഫോഴ്സ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ mg മൈനസ് എ ഈക്വൽ ടു ma എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് mg മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ്സ്
വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് നമ്മൾ മൈനസ് ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ, എം ഇൻറ്റു നെറ്റ് ആക്സലറേഷൻ. കാരണം എഫ് ഈക്വൽ ടു എം എ ആണല്ലോ അല്ലേ. ഇതിനെ തൊട്ട് മുന്നേ നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആ നെറ്റ് ഫോഴ്സ് ആണ് എം ജി മൈനസ് എൻ എ. അപ്പോൾ നമുക്ക് വേണ്ടത് എത്രയായിരിക്കും ഈ കേസിലെ നോർമൽ റിയാക്ഷൻ എന്നാണ് കണ്ടെത്തേണ്ടത്. സോ എൻ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് എൻ എ എന്ന് വരും. സോ ദാറ്റ് മീൻസ് എൻ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. അതായത് ആ എം ജിയേക്കാൾ കുറവായിരിക്കും ഫീൽ ചെയ്യുക. ഇത് നിങ്ങൾക്ക് എലവേറ്ററിൽ ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോയി എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്തും ആ ടോപ്പ് ഫ്ലോറിൽ ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തു, കുറച്ച് പാസഞ്ചേഴ്സ് അകത്തേക്ക് കയറി, കുറച്ച് പേഴ്സൺസ് അകത്തേക്ക് കയറി, ലിഫ്റ്റ് താഴേക്ക് ഇനീഷ്യലി 0 സ്പീഡിലുള്ള ലിഫ്റ്റിന് എന്ത് ചെയ്യണം, ഒരു 2 seconds ഒന്ന് ആക്സിലറേറ്റ് ചെയ്താലാണ് താഴേക്ക് വരാൻ സാധിക്കുക. ആ ആക്സിലറേഷൻ സമയത്ത് നമുക്കൊരു വെയിറ്റ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വെയിറ്റ് കുറഞ്ഞതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾ ഈ കാണുന്ന അടുത്ത് സംഭവിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ കേസിൽ നോർമൽ റിയാക്ഷൻ വിൽ ബി ആക്ച്വലി ലെസ് ദാൻ എം ജി ആയിരിക്കും. ഇനി എലിവേറ്റർ ഈസ് ആക്സിലറേറ്റഡ് അപ്വേർഡ്സ്. അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് എഴുതുക നോക്കാം. മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു എലിവേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങളൊരു എലിവേറ്റർ വരയ്ക്കുക. അതിൻ്റെ അകത്ത് ഒരാളുണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ, എലിവേറ്റർ ഇസ് ഗോയിങ് അപ്വേർഡ്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ ചിന്തിക്കാന്ന് വെച്ചാൽ ഈ പേഴ്സണിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് മാത്രം ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അയാളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നേരെ താഴേക്ക് എർത്തിൻ്റെ അടുത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് എം ജി. പിന്നെ ഈ സർഫസിൽ നിന്നും കിട്ടുന്ന ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട് അയാൾക്ക്. ആസ് എ റിസൾട്ട് എങ്ങോട്ടാണ് ഇയാൾ മൂവ് ചെയ്യുന്നത്? ദിസ് പേഴ്സൺ ഈസ് മൂവിങ് അപ്വേർഡ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് എ. ഇവിടെ നേരത്തെ എഴുതിയ പോലെ തന്നെ നെറ്റ് ഫോഴ്സിനെ നമുക്ക് ഇയാളുടെ ആക്സിലറേഷൻ നോക്കിക്കൊണ്ട് എം ഇൻറ്റു എന്ന് എഴുതാൻ പറ്റും. ആൻഡ് നെറ്റ് ഫോഴ്സിനെ നമ്മൾ ഫോഴ്സിൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ മുകളിലേക്കല്ലേ പോകുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ എൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എം ജി. സോ എൻ മൈനസ് എം ജി ആണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എം എ. അപ്പോൾ ഇവിടെ ഇയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എം ഇൻറ്റു ജി പ്ലസ് എ ആണ്. അണ്ടർസ്റ്റുഡ്? ഇതാണ് നമ്മൾ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് പെട്ടെന്ന് ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു 2 സെക്കൻഡിൽ ഫീൽ ചെയ്യുന്ന ഇൻക്രീസ്ഡ് വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ലേ? അതിൻ്റെ റീസൺ ഇതാണ്. നമ്മൾ കൂടുതൽ നോർമൽ റിയാക്ഷൻ ആ ലിഫ്റ്റിൻ്റെ ഫ്ലോറിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നാലാമത്തെ കേസിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം നോർമൽ റിയാക്ഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ എം ജി. അപ്പോൾ ഇത് തന്നെയാണ് സ്പ്രിംഗ് ബാലൻസിൽ ഹാങ് ചെയ്യുന്ന ആ ബാലൻസിൻ്റെ റീഡിങ്ങിലും സംഭവിക്കുക. അത് സ്പ്രിംഗ് ബാലൻസ് ആയാലും നമ്മളൊരു നോർമൽ ഇലക്ട്രോണിക് വെയിങ് സ്കെയിലോ ഏതോ ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബീങ്സ് കയറി നിന്നാലൊക്കെ എത്രയാണോ അതിൽ നിന്ന് കിട്ടുന്ന നോർമൽ റിയാക്ഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ റീഡിംഗ് ഉണ്ടായിരിക്കുക. അല്ലാതെ സ്പ്രിംഗ് ബാലൻസിൽ നമുക്ക് അബ്സല്യൂട്ട്ലി ഒരാളുടെ വെയിറ്റ് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഫ്രീ ഫോൾ ആണെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ബാലൻസിൽ 0 റീഡിംഗ് ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ ഈ നോർമൽ റിയാക്ഷൻ ആണ് അവിടെ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്. സോ ആൻസർ ഏറ്റവും മാക്സിമം റീഡിംഗ് കിട്ടാൻ പോകുന്നത് എപ്പോഴാണ്? എലിവേറ്റർ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന കേസിലാണ് മാക്സിമം റീഡിംഗ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് മാസ് 0.1 kg ഈസ് ഹെൽഡ് അഗൻസ്റ്റ് എ വാൾ അപ്ലൈയിങ് എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 5 Newton ഓൺ ദ ബ്ലോക്ക്. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ വാൾ ഇസ് 0.5, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബ്ലോക്ക് ഇസ്. ഇതൊരു ഫിഗർ വരച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ഫിഗർ വരക്കാം. ഒരു വാള് ഞാൻ ആദ്യം വരക്കണം അല്ലേ. ഒരു വാളിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പുഷ് ചെയ്ത് അല്ലെങ്കിൽ പ്രസ് ചെയ്ത് അവിടെ നിർത്തുകയാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ വാൾ എന്ന് നമുക്ക് എടുക്കാം. ദിസ് ഇസ് ദ വാൾ. ഈ വാളിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ആ ബ്ലോക്കിൻ്റെ മാസ് 0.1 kilogram ആണ് ബ്ലോക്കിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 5 Newton ആണ്. 5 Newton ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായി? 5 Newton ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ വാൾ ഇസ് 0.5, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.5 ആണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? അപ്പോൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും ഈ ഒബ്ജക്റ്റ് താഴേക്ക് വീഴേണ്ട ആളാണ്. 0.1 കിലോഗ്രാമിൻ്റെ ഈ മാസ് ശരിക്കും താഴേക്ക് ഫോളോ ചെയ്യേണ്ട ഒബ്ജക്റ്റാണ്. പക്ഷേ എന്ത് ചെയ്യാണ്, ഇത് അവിടെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള റീസൺ നമ്മളിവിടെ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോഴും ഒരാൾക്ക് ആലോചിക്കാം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലല്ലേ, ഇതിന് ശരിക്കും താഴേക്ക് എന്തുണ്ട്, ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇത് താഴേക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലേക്കൊരു ഫോഴ്സ് വേണം. അല്ലാതെ ഇതൊരിക്കലും സ്റ്റേഷനറി ആയിട്ട് അവിടെ നിൽക്കില്ല. ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ ഇത് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും, ഈ മോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ. സാധാരണ ഫ്രിക്ഷൻ്റെ സ്വഭാവം അതല്ലേ, ഫ്രിക്ഷൻ ചെയ്യുന്ന എപ്പോഴും എന്താ ചെയ്യുക, ഫ്രിക്ഷൻ 2 ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള 2 സർഫസുകൾക്കിടയിലുള്ള റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യാനാണ് നോക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റ് താഴേക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രിക്ഷൻ വേണം.
ആ ഫ്രിക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 0.5 ആണെന്നതാ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിളാണ് മ്യൂ എന്ന് പറയുന്നത്. അത് 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞു വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 5 ന്യൂട്ടൺ കൊടുത്ത ഒരു ഒബ്ജക്റ്റിനെ വാളിലേക്ക് പുഷ് ചെയ്താൽ ആ വാളിൽ നിന്നൊരു നോർമൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഉണ്ടാകും. അതിൻ്റെ വാല്യൂ ഓൾസോ 5 ന്യൂട്ടൺ ആയിരിക്കും. കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മോഷൻ ഇല്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഗ്രാവിറ്റി ഇല്ല. പകരം നമ്മൾ 5 കൊടുത്താൽ ആ വാളിൽ നിന്ന് തിരിച്ച് 5 കിട്ടും. എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പോലെ 5 കിട്ടും. ആ ഡയറക്ഷനിൽ മോഷൻ ഇല്ല. ഇനി അപ്പോൾ നമുക്കൊരു കാര്യം ക്ലിയർ ആയി, ഇയാളുടെ വെയിറ്റ് താഴേക്ക് ഈ ബ്ലോക്ക് വീഴാതെ ബാലൻസ് ചെയ്യുന്ന വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ ഫ്രിക്ഷൻ മാത്രമേ ഉള്ളൂ. സോ mg ഈസ് ബാലൻസ്ഡ് ബൈ ആരാണ് ബാലൻസ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ആണ് ഗ്രാവിറ്റിയെ ഇവിടെ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. ഇനി ഫ്രിക്ഷന്റെ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരു കാര്യമായിരിക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ കണ്ടെത്തുന്നത് ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ റിയാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. മനസ്സിലായോ? ആൻഡ് ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ്. ദാറ്റ്സ് 5 ന്യൂട്ടൺ. അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഇസ് 5 ന്യൂട്ടൺ. മനസ്സിലായോ? സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്തിനെ ബാലൻസ് ചെയ്യേണ്ടത്? mg യെ ബാലൻസ് ചെയ്യേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ വേണ്ടിയിരുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബ്ലോക്ക് എത്രയായിരിക്കണം എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഇതൊക്കെ ഞാനിതിൻ്റെ തിയറി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ സമ്മൺ ക്യാൻ തിങ്ക് ദാറ്റ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ ഫ്രിക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്വേർഡായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മേ ബി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ എഴുതാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ mg എത്രയാണോ അത്രയും തന്നെ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കണം. mgയുടെ വാല്യൂ എത്രയാണോ അത്രയും തന്നെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബാലൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 0.1 × 9.8 ചെയ്ത് കഴിഞ്ഞാൽ 0.98 ന്യൂട്ടൺ എന്ന ആൻസറിലേക്ക് വേണമെങ്കിൽ അപ്പം തന്നെ എത്താം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് ഇതാണ്. ഫ്രിക്ഷന്റെ വാല്യൂ ഇൻ കേസ് ഇനി നിങ്ങൾക്ക് ഫ്രിക്ഷന്റെ വാല്യൂ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ μ × n ആയിരിക്കും. മാക്സിമം ഫ്രിക്ഷന്റെ വാല്യൂ എവിടെ വരെ പോകാം? μ × n വരെ ഫ്രിക്ഷന്റെ വാല്യൂ പോകാം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അത്രയും ആവശ്യമില്ല. ഒബ്ജക്റ്റിന്റെ വെയിറ്റ് 0.98 ആയതുകൊണ്ട് തന്നെ അത്രയും വാല്യൂ ഓഫ് ഫ്രിക്ഷൻ മാത്രമേ ഇവിടെ ആക്ട് ചെയ്യുള്ളൂ. സോ ദാറ്റ് ദിസ് ഒബ്ജക്റ്റ് വിൽ ബി ബാലൻസ്ഡ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. By applying a horizontal, so the block of mass 0.1 kilogram is held against a wall applying a horizontal force of 5 Newton. ഓക്കെ, അത്രയും ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ന്യൂട്ടൻ്റെ ആവശ്യമില്ല, അതിനേക്കാൾ കുറച്ച് ഫോഴ്സ് മതി ഇതിനെ ആക്ച്വലി ഇവിടെ ഹോൾഡ് ചെയ്ത് നിർത്താൻ. റൈറ്റ്, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2 forces are simultaneously applied on an object. What third force would make the net force to point to the left? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ 2 ഫോഴ്സസ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഒരു ഫോഴ്സ് x ആക്സിസ് ഡയറക്ഷനിലും ഒരു ഫോഴ്സ് y ആക്സിസ് ഡയറക്ഷനിലും. ഫോഴ്സ് ഒരു വെക്ടറാണ്, അതിൻ്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ മൂന്നാമത് ഏത് ഫോഴ്സ് കൊണ്ടുവന്നാലാണ് നമുക്ക് നെറ്റ് ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെന്ന് പറയാൻ സാധിക്കാം. അപ്പോൾ അങ്ങനെ പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓൾറെഡി അപ്വേർഡ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ട്. അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയൊരു ഫോഴ്സ് വരണം. അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയൊരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ എഫ് അപ്വേർഡ് എന്ന് പറയുന്നത് ക്യാൻസലായി പോകും. ഓക്കെ, അങ്ങോട്ടേക്കും ഫോഴ്സ് ഇങ്ങോട്ടേക്കും ഒരു ക്യാപിറ്റൽ എഫ് തന്നെ വന്നു കഴിഞ്ഞാൽ മുകളിലേക്കും താഴേക്കും നെറ്റ് ഫോഴ്സ് ഇല്ല എന്ന് പറയാം. പിന്നെ നമുക്ക് പറയാം റൈറ്റിലേക്ക് എഫ് ഉണ്ട്, ലെഫ്റ്റിലേക്ക് ഒരു എഫിനേക്കാൾ വലിയൊരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ, റൈറ്റിലേക്ക് ഓൾറെഡി ക്യാപിറ്റൽ എഫ് ഉണ്ട്, ലെഫ്റ്റിലേക്ക് എഫിനേക്കാൾ വലിയൊരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതൊരു വെക്റ്റർ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ മോഷനിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വെക്റ്റേഴ്സിന് നമ്മൾ 2 കോമ്പോണൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? റിസോൾവ് ചെയ്യാറുണ്ട്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ റിസോൾവ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതിലാണ് ആൻസർ വരാമെന്ന് കണ്ടെത്തണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 കോമ്പോണൻസ് വരാൻ പോകുന്ന ഡയറക്ഷൻസ് ഞാൻ ആദ്യം കാണിക്കാം. ഒന്ന് നെഗറ്റീവ് y x ഡയറക്ഷനിലും മറ്റത് y ഡയറക്ഷനിലാണ്. ഈ ഫസ്റ്റ് ഓപ്ഷൻ ഒരിക്കലും നമ്മുടെ ക്യാപിറ്റൽ എഫിനെ ഓപ്പോസിറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇതും അതേ ഡയറക്ഷനിലാണ്. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകുമ്പം ഒരു കോമ്പോണൻറ്റ് നേരെ താഴേക്കും ഒരു കോമ്പോണൻറ്റ് ലെഫ്റ്റിലേക്കും. ഈ ഓപ്ഷൻ ഐ തിങ്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മുകളിലത്തെ എഫിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഏതിലും പറ്റുന്നുണ്ട്, മൂന്നാമത്തെ ഓപ്ഷനിലും അത് പോസിബിൾ ആണ്. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ ഒരിക്കലും എന്തല്ല, ഇത് പോസിബിൾ അല്ല. കാരണം ഈ അപ്വേർഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എഫിനെ ബാലൻസ് ചെയ്യാൻ
ഒരു ഫോഴ്സ് വേണം. അത് ഇവിടുത്തെ കോമ്പോണൻസിൽ എന്തില്ല, മുകളിലേക്കോ താഴേക്കോ കോമ്പോണൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ 2 or 3 ആണ് ആൻസർ. അത് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ കോമ്പോണൻസ് എടുക്കാം. ആ കോമ്പോണൻസ് എടുക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടറും ഒരു ലൈനും തമ്മിലുള്ള ആംഗിൾ, ഇതാ ഹൊറിസോണ്ടൽ ലൈനും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതിവിടുത്തെ ലെഫ്റ്റ് കോമ്പോണൻറ്റ് 2f cos 30 ഡിഗ്രി ആണ്. മനസ്സിലായോ? അതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള കോമ്പോണൻറ്റ് 2f sin 30 ഡിഗ്രി ആണ്. ഇത് നമ്മൾ വെക്ടേഴ്സിലാണ് പഠിക്കുക. 2f sin 30 ഡിഗ്രി. sin 30 ഡിഗ്രിയുടെ വാല്യൂ ട്രിഗണോമെട്രി പഠിച്ച ആളുകൾക്കറിയാം, അത് 1/2 ആണ്. സോ ആ 1/2 ഇൻറ്റു 2f ചെയ്ത് കഴിഞ്ഞാൽ അത് f ആയിട്ട് മാറും, റൈറ്റ്? അത് f ആയിട്ട് മാറും. സോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഓൾറെഡി ക്യാപിറ്റൽ എഫ് മുകളിലേക്കുണ്ട്. നമ്മുടെ ഈ 2fൻ്റെ ഒരു കോമ്പോണൻറ്റ് താഴേക്ക് ക്യാപിറ്റൽ എഫ് ആണ്. ആ എഫ് മറ്റേ എഫും കൂടെ ക്യാൻസലായി പോകും. സോ നെറ്റ് ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമായിരിക്കും. ഇനി അത് തന്നെ ഓൾറെഡി റൈറ്റിലേക്ക് എഫ് ഉണ്ട്, ലെഫ്റ്റിലേക്ക് അതിനേക്കാൾ വലിയ ഫോഴ്സ് വരണം എന്ന് ഞാൻ പറഞ്ഞത്. യെസ്, 2f ഇൻറ്റു cos 30 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ എഫിനേക്കാൾ വലിയ വാല്യൂ ആണ്. സോ നെറ്റ് ഫോഴ്സ് ടുവേർഡ്സ് ലെഫ്റ്റ് വരുന്നത് ഏതിലാണ്? അത് ഓപ്ഷൻ ബിയിലാണെന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇതേപോലെ ഇനി 2 or 3 ആയിരുന്നല്ലോ നമ്മൾ ആൻസർ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് നോക്കാം, മൂന്നാമത്തെ ഓപ്ഷൻ റിസോൾവ് ചെയ്ത് നോക്കാം. f√2 ആണ് അവിടുത്തെ ഫോഴ്സ്, f√2 ആണ് തേർഡ് ഫോഴ്സ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ 45 ഡിഗ്രിയിലേക്കുള്ള കോമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f√2 ഇൻറ്റു cos 45 ഡിഗ്രിയാണ്. ഇത് f√2 ഇൻറ്റു sin 45 ഡിഗ്രിയാണ്. sin 45 ഡിഗ്രിയും cos 45 ഡിഗ്രിയും രണ്ടും 1/√2 ആണ്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് ക്യാൻസൽ ആയിട്ട് ഇത് രണ്ടും എഫ് ആയിട്ട് മാറും. ഈ രണ്ട് കോമ്പോണൻസും എഫ് ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റൈറ്റിലേക്കും മുകളിലേക്കും എഫ് ഉണ്ട്. ഈ ഫോഴ്സ് ഇവിടെ മൂന്നാമതായിട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കും താഴേക്കും എഫ് തന്നെ വരും. സോ നെറ്റ് ഫോഴ്സ് ടോട്ടലി 0 ആയി പോകും. മൂന്നാമത്തെ ഓപ്ഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ടോട്ടലി 0 ആയി പോകും. രണ്ടാമത്തെ ഓപ്ഷനിലാണ് ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. എ മെഷീൻ ഗൺ ഫയേഴ്സ് എ ബുള്ളറ്റ് ഓഫ് മാസ് 40 gram വിത്ത് എ വെലോസിറ്റി 1200 meter per second. The man holding it can exert maximum force of 144 Newton on the gun. How many bullets can he fire per second at the most? നമ്മൾ ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പട്ടാളക്കാരുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ഗണ്ണിന് നല്ല റീകോയിൽ ബാക്കോട്ട് വരുന്ന സ്പീഡ് ഉണ്ടാവും. അപ്പോൾ സോൾജിയേഴ്സ് അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യണം. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് പൊസിഷനിൽ ഗണ്ണ് വെക്കണം, അല്ലെങ്കിൽ ഷോൾഡറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടൊക്കെയാണ് ആ റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗണ്ണിനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ എത്രത്തോളം ഫോഴ്സ് ആണ് ആ ഹോൾഡ് ചെയ്യാൻ വേണ്ടത്, ഹൗ മെനി ബുള്ളറ്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റിൻ്റെ മാസാണ് ആദ്യമേ പറഞ്ഞിട്ടുള്ളത്, 40 gram ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓരോ ബുള്ളറ്റും പോകുന്ന സ്പീഡാണ്, 1200 meter per second ആണ്. ദ മാൻ ഹോൾഡിംഗ് ഇറ്റ് ക്യാൻ എക്സേർട്ട് മാക്സിമം ഫോഴ്സ് ഓഫ് 144 Newton. 144 Newton ആണ് എന്ത് ചെയ്യാൻ പറ്റുക, അയാൾക്ക് എക്സേർട്ട് ചെയ്യാൻ സാധിക്കുക. ഈ റീകോയിൽ തടഞ്ഞു നിർത്താൻ വേണ്ടി എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നത് 144 Newton ആണ്. ഹൗ മെനി ബുള്ളറ്റ്സ് ക്യാൻ ഹി ഫയർ പെർ സെക്കൻഡ് അറ്റ് ദ മോസ്റ്റ്? എത്ര ബുള്ളറ്റാണ് നമുക്കിവിടെ ഫയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഓർ നമ്മൾ എഴുതാറുണ്ട് അതെന്താണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ m/a എന്ന് പറയുന്ന റിലേഷൻ കിട്ടുന്നത് ശരിക്കും എവിടുന്നാണ് കിട്ടുന്നത്? വേറെ എവിടുന്നുമല്ല, ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ടേക്കൺ എന്ന് പറയുമ്പോൾ അതിൽ ചേഞ്ച് ഇൻ m/v ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണത്. മനസ്സിലായോ? പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിലും മാസ് ഓഫ് ദ സിസ്റ്റം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യാണ്, അത് കോൺസ്റ്റൻ്റ് ആക്കി പുറത്തേക്ക് എടുത്തിട്ട് m/v - u എന്ന് പറയുന്ന റിലേഷനിലേക്ക് ഇവിടെ നിന്നാണ് എത്തുന്നത്. മനസ്സിലായോ? m ഒരു കോൺസ്റ്റൻ്റ് ആണ്, മാസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന അസംഷൻ കൊണ്ടാണ് നമുക്ക് m/v - എത്തുന്നത്. അതിൽ v - എന്താണ്, ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണ് ശരിക്കും F = ma ആവുന്നത്. ഇതെപ്പോഴാണ്? ഇഫ് മാസ് ഈസ് കോൺസ്റ്റൻറ്റ്, ഇഫ് m = കോൺസ്റ്റൻ്റ് ആവുന്ന കേസിലാണ്. ഇനി m കോൺസ്റ്റൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ, മാസ് വേരി ചെയ്യുന്നൊരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ m not a constant. ഈ ക്വസ്റ്റ്യനിൽ തന്നതുപോലെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക, ഓരോ സെക്കൻഡിലും ഒരുപാട് ബുള്ളറ്റുകൾ പുറത്തിറങ്ങി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബുള്ളറ്റ് പ്ലസ് ഗൺ എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ഇല്ല, അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫോഴ്സ് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ F = ഇവിടെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ
ഡെൽറ്റ ഓഫ് എം വി, ചേഞ്ച് ഇൻ എം വി, ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ആണ് കേട്ടോ, എം വി ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതും. അതിലൊരിക്കലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാസിനെ പുറത്തെടുക്കാൻ കഴിയില്ല. മാസ് അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കുക, ബുള്ളറ്റ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൺ പ്ലസ് ബുള്ളറ്റിൻ്റെ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ബുള്ളറ്റ് പുറത്തിറങ്ങി പോകുന്ന സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റി കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? വീനെ പുറത്തിറക്കും. വീനെ പുറത്തിറക്കിയിട്ട് ചേഞ്ച് ഇൻ മാസ് ബൈ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ഫോഴ്സ് കിട്ടുക. മനസ്സിലായോ? അവിടെ വി ആണ് കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ 99% ക്വസ്റ്റ്യൻസും ഇങ്ങനെയാണ്. പക്ഷെ ആ ഒരു 1% ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ എന്താ? ഫോഴ്സിന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് 144 എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ, 1200. യെസ്, വി ഈക്വൽ ടു 1200 മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ എം ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഒരു ബുള്ളറ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് 40 ഗ്രാം പോയി. ആ ടോട്ടൽ മാസ് പുറത്തിറങ്ങുന്നത് എത്ര സെക്കൻഡ് കൊണ്ട്? 1 സെക്കൻഡ് കൊണ്ടല്ലേ? യെസ്, പെർ സെക്കൻഡ് കൊണ്ട്. യെസ്, അപ്പോൾ ഓരോ സെക്കൻഡിലും എത്ര ബുള്ളറ്റ് പോകുന്നു എന്നാ ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എം ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് എൻ ഇൻറ്റു എം ആണ്. കാരണം എന്താ? നമ്പർ ഓഫ് ബുള്ളറ്റ് പെർ സെക്കൻഡ് കൊണ്ട് നമ്മൾ മാസ് ഓഫ് 1 ബുള്ളറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ടോട്ടൽ മാസ് ഗോയിങ് ഔട്ട് പെർ സെക്കൻഡ് ആണ് കിട്ടുക. ശരിയല്ലേ? ഓരോ സെക്കൻഡിലും എത്ര ബുള്ളറ്റ് പുറത്തിറങ്ങുന്നു ഇൻറ്റു ബുള്ളറ്റിൻ്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി ഓരോ സെക്കൻഡിലും എത്ര മാസ് ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആ ഡെൽറ്റ എം ബൈ ഡെൽറ്റ ടി എന്നുള്ളത് എന്ത് എഴുതാം? നമ്പർ ഓഫ് ബുള്ളറ്റ് ഗോയിങ് ഔട്ട് പെർ സെക്കൻഡ് ഇൻറ്റു എം എന്ന് എഴുതാം. ആ എൻഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? സോ 144ഉം 1200 നമുക്ക് ആദ്യം തന്നെ ഒരു സിംപ്ലിഫിക്കേഷൻ നടത്താം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇത് 12 ആയിട്ട് മാറും, ഇത് ഇവിടെ 100 ആയിട്ട് മാറും. സോ 12 ഈക്വൽ ടു 100 ഇൻറ്റു എൻ ഇൻറ്റു 40 ഗ്രാം ആയതുകൊണ്ട് ഞാൻ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെ, ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. SI യൂണിറ്റിലാണ് ആൻസർ എഴുതേണ്ടത്. അപ്പം മുകളിൽ ഒരു 100 ഉണ്ട്, അതുപോലെ 40ൽ ഒരു 10 ഉണ്ട്. അപ്പോൾ 100 ഇൻറ്റു ആ 10 1000 മേലെ ഉണ്ട്, താഴെയും ഒരു 1000 ഉണ്ട്. ഡിവൈഡ് ചെയ്യുന്നു. സോ 12 ഈക്വൽ ടു എൻ ഇൻറ്റു 4 എന്ന് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാകും എന്നിൻ്റെ ആൻസർ എന്താണ്? 3 ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ തിയറി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ യൂഷ്വൽ എഫ് ഈക്വൽ ടു എം എ. അവിടെ എം കോൺസ്റ്റന്റ് ആണ്. എം കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, എ മങ്കി ഈസ് ഡിസെൻഡിങ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ മൂവ് ചെയ്യാണ്. എ മങ്കി ഈസ് ഡിസെൻഡിങ് ഫ്രം ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. താഴേക്ക് ഇങ്ങനെ ഡിസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ദ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബ്രാഞ്ച് ഈസ് 75% ഓഫ് ദ വെയിറ്റ് ഓഫ് ദ മങ്കി, the maximum acceleration with which the monkey can slide down without breaking the branch. ഇത് നമ്മുടെ എലിവേറ്റർ താഴേക്ക് വന്നതുപോലത്തെ ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഒരു കയറ് മുകളിൽ എന്തായാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ കയർ ഫിക്സഡ് ആയിരിക്കണമല്ലോ, അല്ലേ? അപ്പോൾ ആ കയറിൽ ഒരു മങ്കി എന്ത് ചെയ്തിരിക്കുകയാണ്? മങ്കിയുടെ വാലൊക്കെ മങ്കി കൈയൊക്കെ വെച്ചിട്ട് താഴേക്ക് ആക്സിലറേഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് ഇങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മങ്കിക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കറിയാം ഇതൊരു ഉറുമ്പ് പോലെ ഉണ്ട് കണ്ടാൽ, പക്ഷേ ഇതൊരു മങ്കിയാണ്. വാലുള്ളത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അതൊരു മങ്കിയാണ്, ഉറുമ്പല്ല. mg ആണ് അതിൻ്റെ വെയിറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് എന്താ? ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബ്രാഞ്ച് 75% ആയിരിക്കണം. അപ്പോൾ ഈ ബ്രാഞ്ചാണ് ഇവിടെ പറയുന്നത്, അല്ലെ? ബ്രാഞ്ച് ഓഫ് എ ട്രീ എന്നാണ്. ബ്രാഞ്ച് ഓഫ് എ ട്രീ തൽക്കാലം ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ഇറ്റ്സ് ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. സോ ദ പ്രോബ്ലം ഇസ്, നമുക്ക് എങ്ങനെ ബ്രാഞ്ചിൻ്റെ സ്ട്രെങ്ത്തുമായിട്ട് ഇതിലേക്ക് എത്തിക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ബ്രാഞ്ചിൽ ഫീൽ ചെയ്യുന്ന ഒരു ടെൻഷൻ ഉണ്ട്. നമ്മൾ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചിൽ വലിഞ്ഞു കയറുകയാണെന്നുണ്ടെങ്കിലും, ഒരു കയറിൽ പിടിച്ച് വലിഞ്ഞു കയറുകയാണെന്നുണ്ടെങ്കിലും, ആ കയറും ബ്രാഞ്ചും ഒക്കെ വലിഞ്ഞു മുറുകും, അല്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൊരു ടെൻഷൻ ഫീൽ ചെയ്യും, അതിലൊരു ഫോഴ്സ് ഫീൽ ചെയ്യും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ടെൻഷൻ. മനസ്സിലായോ? ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? നമ്മൾ മുകളിലേക്ക് കയറുന്ന കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോപ്പിനെ പിടിച്ച് വലിക്കണം. അപ്പോൾ റോപ്പ് നമ്മളെ പിടിച്ച് തിരിച്ച് വലിക്കും. എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ഇനി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഈ മങ്കിക്ക് ശരിക്കും വേണമെങ്കിൽ ഫ്രീ ഫോൾ ചെയ്യാം, പക്ഷെ ഫ്രീ ഫോൾ ചെയ്യുന്നില്ല. ഈ ബ്രാഞ്ചിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് താഴേക്ക് ഇറങ്ങുന്നത്. മനസ്സിലായോ? ബ്രാഞ്ചിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ മങ്കി ബ്രാഞ്ചിനെ പിടിച്ച് വലിക്കും, ബ്രാഞ്ച് തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? മങ്കിയെയും പിടിച്ച് മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഏത് ക്വസ്റ്റ്യൻ പോലെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്? പ്രീവിയസ്ലി നമ്മൾ ചെയ്ത ലിഫ്റ്റിൻ്റെ പ്രോബ്ലംസ് പോലെയാണ്. ലിഫ്റ്റിൻ്റെ സൊല്യൂഷൻസിൽ
ഇവിടെ നോർമൽ റിയാക്ഷൻ ഫ്ലോറിൽ നിന്നും നമ്മുടെ ഈ പേഴ്സണിന് കിട്ടിയതുപോലെ തന്നെ മങ്കിയുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ആ ബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്ന ടെൻഷനാണ് മുകളിലേക്ക് ഫീൽ ചെയ്യുന്ന ഫോഴ്സ്. ഇതുപോലെ തന്നെ അത് കണക്ട് ചെയ്താൽ മതി. താഴേക്കാണ് നെറ്റ് ആക്സിലറേഷൻ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ മങ്കി ഫുൾ താഴേക്ക് വീണ് കഴിഞ്ഞാൽ, ഫ്രീ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ വീണ് കയ്യും കാലും ഒടിയും. അപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് മങ്കി എന്ത് ചെയ്യുന്നത്, താഴേക്ക് വരുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ കാണുന്നൊരു കാഴ്ച, മങ്കി ഈസ് ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ്സ്. അതായത് മങ്കിയുടെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പറയാം അത് M×A ആണെന്ന് പറയാം. ആ നെറ്റ് ഫോഴ്സിനെ നമ്മൾ ലിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യനിൽ എഴുതിയ പോലെ തന്നെ മങ്കിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫോഴ്സസിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം. താഴേക്ക് അതിൻ്റെ വെയിറ്റ് ഉണ്ട്, മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്രാഞ്ചിൽ ഫീൽ ചെയ്യുന്ന ടെൻഷനുണ്ട്. ആസ് എ റിസൾട്ട് ഇത് താഴേക്കാണ് വരുന്നത്. അപ്പോൾ mg ആയിരിക്കണം ആ ടെൻഷനേക്കാൾ വലിയ ഫോഴ്സ്. സോ നെറ്റ് ഫോഴ്സ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, mg മൈനസ് ടെൻഷൻ ഈക്വൽ ടു എന്താണ്, ma ആണ്. സോ ആ ബ്രാഞ്ചിൽ ഫീൽ ചെയ്യുന്ന ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് mg മൈനസ് ma ആണ്. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബ്രാഞ്ച് ഈസ് 75% ഓഫ് ദ വെയിറ്റ് ഓഫ് ദ മങ്കി. ഓക്കെ, ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബ്രാഞ്ച് 75% ആണ്. മാക്സിമം ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. ഒരു പരിധി കൂടുതൽ ആക്സിലറേഷൻ മങ്കി ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ച് പൊട്ടിപ്പോകും. ഓക്കെ, അപ്പോൾ മാക്സിമം ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മാക്സിമം ആക്സിലറേഷനിൽ പറയുന്നൊരു കാര്യം അപ്പോൾ എന്താണ്, ഈ പറയുന്ന ബ്രാഞ്ച് ഓർ റോപ്പ് ആവട്ടെ ബ്രാഞ്ച് ആവട്ടെ അതിൽ ഫീൽ ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് അതിൽ ഫീൽ ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് 75% ഓഫ് ദ വെയിറ്റ് ഓഫ് ദ മങ്കി ആവാനേ പാടുള്ളൂ. അതിലും കൂടിക്കഴിഞ്ഞാൽ അത് പൊട്ടും. 3W/4 75% ആയി കഴിഞ്ഞാൽ അത് ഓക്കെ ആണ്. അതിലും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൊട്ടും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മൾ ഈ പറയുന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും, അത് മാക്സിമം ആയിരിക്കും. മനസ്സിലായോ? ഈ ടീയുടെ എത്രയാണോ ടീയിലേക്ക് വരാൻ പോകുന്ന വാല്യൂ അത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന ആക്സിലറേഷൻ. അത്രയും നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ദെർഫോർ നമുക്കിവിടെ എങ്ങനെ എഴുതാം, ടി എന്നുള്ളിടത്ത് നമ്മുടെ mg/3mg/4 എന്ന് എഴുതാം. സോ ദെർഫോർ 3mg/4 ആണ് നമ്മുടെ റോപ്പിൻ്റെ. നമുക്ക് ആ എക്സ്ട്രീം കേസ് എടുക്കാം. റോപ്പ് പൊട്ടാവുന്ന ആ ഒരു ലിമിറ്റിലാണ് ഇപ്പോൾ മങ്കി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും കൂടുതൽ ഫോഴ്സ് ആ ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് പൊട്ടും. സോ 3mg/4 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, ഈക്വൽ ടു mg മൈനസ് ma. അണ്ടർസ്റ്റുഡ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ma നമ്മൾ മൊത്തത്തിൽ m ക്യാൻസൽ ആകും. എല്ലാ ടേമിലും എന്തുണ്ട്, m ഉണ്ട്, അതെല്ലാ ടേമിലും ക്യാൻസൽ ആകും. ഓക്കെ, അതെല്ലാ ടേമിലും ക്യാൻസൽ ആകും. എന്നിട്ട് ഞാൻ ഈ 3g/4 അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ a ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ a ഈക്വൽ ടു g മൈനസ് 3g/4 എന്ന് വരും. സോ ദി ആൻസർ ഇസ് g/4. g/4 ആക്സിലറേഷനിൽ മാത്രമേ മങ്കിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റോപ്പിലൂടെ താഴേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, റോപ്പിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. റോപ്പിന്റെ സപ്പോർട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും മങ്കിയുടെ ആക്സിലറേഷൻ, നേരെ താഴേക്ക് ഒറ്റ വീഴ്ചയായിരിക്കും, g ആക്സിലറേഷൻ. അപ്പോൾ ഈ g/4 വരുമ്പോൾ തന്നെ ഈ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ റോപ്പാണോ ബ്രാഞ്ചാണോ ബ്രാഞ്ചിൽ ഫീൽ ചെയ്യുന്ന ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റിൻ്റെ 75% എത്തിയിട്ടുണ്ടാവും. ഇതിലും കൂടുതൽ ആക്സിലറേഷൻ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇതിലും ആക്സിലറേഷൻ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ അഗെയിൻ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി മാക്സിമം ആക്സിലറേഷൻ ദാറ്റ് ഇറ്റ് ക്യാൻ ഗോ വിത്ത്. അണ്ടർസ്റ്റുഡ്? സോ ദി ആൻസർ ഇസ് g/4 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി പ്രതീക്ഷിക്കുന്നു. മിനിമം ആക്സിലറേഷൻ മിനിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, g/4 ആയിരിക്കും. minimum acceleration that can the monkey can slide on without breaking the branch. ഇത്രയും ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ബ്രേക്ക് ചെയ്യാതെ താഴേക്ക് വരാൻ സാധിക്കും. ഇതാണ് ആൻസർ. സോ ലോസ് ഓഫ് മോഷൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒളിമ്പിയാഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.